ഇന്ന് കർഷക ദിനം. വയൽ ഉഴുത് ഒരുക്കൽ മുതൽ കൊയ്ത്തും മെതിയുമടക്കം യന്ത്രത്തിന് വഴിമാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇപ്പോഴും പരമ്പരാഗത കൃഷിരീതി കൈവിടാത്ത ചില ആളുകൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ചില ആളുകൾ വയനാട്ടിലുമുണ്ട്. അതായത് നിലമടിക്കാനും ഉഴുതുമറിക്കാനും ഒക്കെ ഈ കന്നുകാലികൾ ഉപയോഗിക്കുന്ന സുൽത്താൻ ബത്തേരി മൂലങ്കാവിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഓടപ്പള്ളം. അവിടെ 7 ഏക്കർ നിലമൊരുക്കാൻ അവർ ഉപയോഗിക്കുന്നത് ഇന്നും കന്നുകാലികൾ തന്നെയാണ്. കാള കൊണ്ട് പൂട്ടുക, അതൊക്കെ നമ്മൾ ഈ കാളപ്പൂട്ടൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയുമെന്ന് തന്നെ അറിയില്ല. മരമടി മഹോത്സവം, മരമടിയൊക്കെ തന്നെ വേറെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ മരമടി എന്നാണ് പറയുന്നത്. കർഷകനായ ബെന്നിയും ചങ്ങാതിമാരുമാണ് ഈ കൃഷിരീതി ഇപ്പോഴും ആരംഭിക്കുന്നത്. നമ്മുടെ പാരമ്പര്യവും നമ്മുടെ തനിമയും നിലനിർത്തുന്ന അപൂർവമായ ഈ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് ഓടപ്പള്ളം കാരശ്ശേരി 7 ഏക്കർ കുന്ന്. പച്ച പുതച്ചു നിൽക്കുന്ന നാട്. ഇവിടെയാണ് ബെന്നിയും സുഹൃത്തുക്കളായ മുനീറും ആലിയും ഉസ്മാനും പരമ്പരാഗത രീതിയിൽ നെൽകൃഷി തുടരുന്നത്. പൂർണ്ണമായും ജൈവ കൃഷിയാണ്. പരമ്പരാഗത നെൽവിത്തുകളാണ് ഉപയോഗിക്കുന്നത്. പോത്തുകൾക്കുമേൽ നുകം ചേർത്ത് കെട്ടി കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്ന, ഞൗരിപ്പലക കൊണ്ട് ചെളി നിരപ്പാക്കുന്ന കാഴ്ച ഇവിടെ കാണാം. തിരുനെല്ലിയിലും ചതലയത്തും പള്ളിവയലിലുമെല്ലാം ഇവർ ഇതേ കന്നുകളെ ഉപയോഗിച്ച് പൂട്ടിയാണ് നടിയിലിന് വയലിനെ ഒരുക്കിയെടുത്തത്. ഇപ്പോൾ 7 ഏക്കറിൽ പാട്ടത്തിനടുത്ത ഭൂമിയിൽ ഇത് ആവർത്തിക്കുകയാണ്. കാരണന്മാരായിട്ട് കൃഷി വരെയായിട്ടുള്ള കൃഷിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് തുടർന്ന് പോയി ഇറങ്ങിയിരിക്കുമ്പോൾ ചുമ്മാ ഇരിക്കുകയാണ്, സമയം കളയാൻ. 8 ഏക്കർ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടിയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾ ട്രാക്ടർ വിളിച്ച് നോക്കി ഒരു വർഷം വിളിച്ച് പൂട്ടി വയ്ക്കുമ്പോൾ ഭയങ്കര ചിലവ് ഒരു മണിക്കൂറിന് 1400 കൊടുക്കണം. പിന്നെ ഇതിന് വണ്ടിക്കൂലി കൊടുക്കണം, ചാർട്ട് വിടാൻ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് നമുക്ക് ഒരു കന്ന് മേടിച്ചിട്ട് നമുക്കൊരു കൃഷി അങ്ങ് തുടങ്ങിയാലും ചോദിച്ചു. കൊയ്ത്തിനായും ഇവർ പിന്തുടരുന്നത് പരമ്പരാഗത രീതി തന്നെ. ഒക്കൽ കല്ല് ഉപയോഗിച്ചാണ് കൊയ്ത്ത്. ട്രാക്ടറും ടില്ലറുമെല്ലാം നിറയുന്ന വയലുകളിൽ നിന്ന് ഈ കാഴ്ചയൊക്കെ എന്നേ മറഞ്ഞതാണ്. കാലം കടന്നുപോകുമ്പോഴും പഴമയെ ചേർത്ത് പിടിച്ച് കൃഷി ചെയ്യുന്നതിൽ ആഹ്ലാദമുണ്ടെന്ന് ബെന്നിയും കൂട്ടരും പറഞ്ഞു വെക്കുന്നു. കലപ്പയും നുകവുമെല്ലാം മ്യൂസിയം പീസുകളാകുന്ന ഈ കാലത്ത് ഇതിലൊരു കൗതുകമുണ്ട്. ഇത് ചിങ്ങപ്പുലരിയിൽ നിറവുള്ള കാഴ്ച. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഈ മരമടിക്ക് കാളപ്പൂട്ട് എന്ന് പറയും. നമ്മളൊക്കെ പ്രായം കുറച്ച് പിന്നോട്ട് പോകുമ്പോൾ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് ട്യൂഷനൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നീ ഇത്ര രാവിലെ എങ്ങോട്ടാടാ, സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം നീ ആ പോത്തിനെ ഒന്ന് അഴിച്ചു കെട്ടിയിട്ട് പോകും. അപ്പോൾ തൊഴുത്തിൽ നിന്ന് പോത്തിനെ അഴിച്ച് അടുത്ത തെങ്ങെ കെട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ. അതൊക്കെ ഒരു കാലമായിരുന്നു. നമുക്കതിൻ്റെ വീഡിയോ പോലും എടുത്തു വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ കാലമൊക്കെ പോയി കഴിഞ്ഞൊരു 50 കൊല്ലം കൂടി കഴിഞ്ഞ് നമ്മളിങ്ങനെ കാളപ്പൂട്ടും ഇതുപോലുള്ള മരമടിയും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃഷി രീതിയും ഒക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഒരു ചോദ്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.